ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദൻ. ഭാഗം 1859. ഇന്ന് ഫെബ്രുവരി മാസം 1-ാം തീയതി. ഈ ആണ്ടിലെ 2-ാം മാസത്തിന്റെ ആദ്യ ദിനമാണ്. ഇന്ന് ഈ ആണ്ടിലെ 32-ാമത്തെ ദിവസവുമാണ്. കയ്യിലുള്ളവയെ ഒരിക്കലും നമ്മൾ കണ്ടറിയുന്നില്ല. കൈക്കുള്ളില് ഒതുക്കി വെച്ചിരിക്കുന്ന പൊന്നാണയത്തിന്റെ ഭംഗിയോ സൗന്ദര്യമോ നമ്മൾ ഒരിക്കലും ആസ്വദിക്കുന്നുമില്ല. എന്നിട്ടോ കണ്ണെത്താത്ത ദൂരത്തേക്ക് നമ്മളിങ്ങനെ അലയുകയാണ്, പായുകയാണ്, എന്തൊക്കെയോ അനുഭവങ്ങളും അനുഭൂതികളും തേടി. കൂടെയുള്ളവരിൽ നമ്മളൊന്നും പഠിക്കാനായി ശ്രമിക്കുന്നില്ല. എന്നിട്ട് എവിടെയോ അകലെയുള്ള റോൾ മോഡലുകളെ അന്വേഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. സ്വന്തം നാടിന്റെ ഭംഗി ഒരിക്കലും കണ്ടെത്താത്തവരാണ് വിദൂരദേശത്തെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുകയും ഓടുകയും ചെയ്യുന്നത്. വീണ്ടും പറഞ്ഞു പോയാല് അകലെയുള്ളവയെ ആരാധിക്കുന്ന അതേ കണ്ണുകളിലൂടെ അടുത്തുള്ളവയെ തിരിച്ചറിയാൻ കഴിഞ്ഞാല് ജീവിതത്തിലെ അനാവശ്യ പ്രലോഭനങ്ങൾ പോലും ഒഴിവാകും. ദൂരക്കാഴ്ചകളുടെ സൗന്ദര്യവും അടുത്തുള്ളവരുടെ അഴകും രണ്ടും രണ്ടാണ്. അടുത്തറിയാത്തവയോട് ഒരുപക്ഷെ ആരാധന തോന്നാൻ എളുപ്പമാണ്. കാരണം അവയുടെ യഥാർത്ഥ രൂപം അദൃശ്യമാണ്. കൂടെയുള്ളവയെ ബഹുമാനിക്കണമെങ്കിൽ അവരുടെ കുറവുകളെ അംഗീകരിക്കേണ്ടി വരും. നമ്മളിങ്ങനെ എല്ലാം തികഞ്ഞവരെയും ഒരിക്കലും മടുക്കാത്തവരെയും അന്വേഷിച്ചുകൊണ്ടേയിരിക്കുന്നവരാണ്. ദാമ്പത്യത്തിനകത്തും ഭൂമിയിലെ സർവബന്ധങ്ങൾക്കകത്തും എല്ലാം തികഞ്ഞവരെയും ഒരിക്കലും മടുക്കാത്തവരെയും ആർക്കും ഒരിടത്തും കണ്ടുകിട്ടുന്നില്ല കേട്ടോ. പറഞ്ഞു വരുന്ന ദൈവം ഏൽപ്പിച്ച പലതിനെ നമ്മൾ അറിയാതെയും അനുഭവിക്കാതെയും പോവുകയാണ്. അതിനൊരു മാറ്റമുണ്ടാവണം. സമീപനത്തിലും ശൈലിയിലും മാറ്റം വരുത്തുക എന്നുള്ളതാണ് ഏക പരിഹാരം. ഒരു വശത്തു നിന്ന് മാത്രം കണ്ടിരുന്ന വസ്തുക്കളെ അതിന്റെ 4 വശത്തു നിന്നും കാണാനായിട്ട് ശ്രമിക്കുക, പഠിക്കുക. ഒരു കാര്യത്തിനു വേണ്ടി മാത്രം ഉപയോഗിച്ചിരുന്ന വസ്തുക്കളെ പല കാര്യങ്ങൾക്കായി ഉപയോഗിക്കുക. പറിച്ചു നടാവുന്നവയ്ക്ക് പുതിയ നിലമൊരുക്കുക. അങ്ങനെ കാര്യങ്ങളെ കുറെ കൂടി അനുകൂലമാക്കുക. ക്രിസ്തുവേശു പറഞ്ഞ താലന്തിന്റെ കഥയെ വീണ്ടും ഒന്ന് വായിച്ചപ്പോ തോന്നിയതാണ്. കിട്ടിയതിനെ ഒന്ന് ചേർത്ത് പിടിക്കാനോ തിരിച്ചറിയാനോ കഴിയാതെ പോകുന്നത്ര ജീവിതത്തിലെ ദുരന്തം വേറെ എന്തുണ്ട്? പ്രാർത്ഥനയോടുകൂടി ആമേൻ.